കോഴിക്കോട് വെള്ളയിൽ ഹാർബറിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. അന്യസംസ്ഥാന തൊഴിലാളികളുടെ മീൻ വണ്ടികളിലെ മലിനജലം വെള്ളയിൽ ഹാർബറിൽ തള്ളിയെന്നാണ് പരാതി. പെരുന്നാൾ ദിനത്തിൽ മത്സ്യത്തൊഴിലാളികൾ ആരും ഹാർബറിൽ ഇല്ലാതിരുന്ന സമയത്താണ് സംഭവം. ഹാർബർ കമ്മിറ്റിയാണ് ഇതിന് കൂട്ടുനിന്നതെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ദിൽഷയാണ് നമുക്കൊപ്പം ചേരുന്നത്. ദിൽഷ, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? അവിടുത്തെ എന്താണ് കൂടുതൽ വിവരങ്ങൾ? കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട തുറമുഖമാണെങ്കിലും പരാധീനതകൾക്ക് നടുവിൽ തന്നെയാണ് വെള്ളയിൽ ഹാർബർ ഇപ്പോഴും. പുലിമുട്ട് നിർമ്മാണത്തിലെ അപാകതകളെല്ലാം ഏറെ വിവാദമായ വിഷയമാണ്. 1500-ലേറെ മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്ന വെള്ളയിൽ ഹാർബറിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇപ്പോഴും ലഭ്യമല്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മലിനജലം തള്ളിയതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇവിടെ നടക്കുന്നത്. അന്യ സംസ്ഥാന മത്സ്യത്തൊഴിലാളികളുടെ മീൻ വണ്ടികളിലെ മലിനജലം വെള്ളയിൽ ഹാർബറിൽ തള്ളിയെന്നാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ പരാതി. ഹാർബർ കമ്മിറ്റിയാണ് ഇതിന് കൂട്ടുനിന്നത് എന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുകയാണ്. ഇന്നിപ്പോൾ പെരുന്നാൾ ദിനമാണ്. മത്സ്യത്തൊഴിലാളികൾ ആരും തന്നെ ഹാർബറിൽ ഇല്ല. ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അന്യ സംസ്ഥാന തൊഴിലാളികളുടെ മീൻ വണ്ടികളിൽ ഉണ്ടായിരുന്ന മലിനജലം കൊണ്ടുവന്ന് വെള്ളയിൽ ഹാർബറിൽ തള്ളിയിരിക്കുകയാണ്. ലോറികളും ബോട്ടുകളും എല്ലാം കഴുകി വൃത്തിയാക്കാൻ കടൽ വെള്ളം തന്നെ ആണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്നത്. ആ വെള്ളം കെട്ടിക്കിടക്കുന്നതും ഈ ഹാർബറിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഹാർബറിലെ അഴുക്കുചാല് പൂർണ്ണമായിട്ടും ഇതുവരെ പൂർത്തിയാകാത്തതിനാൽ മാലിന്യം നിറയുന്നത് ഹാർബറിലെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഈ മീൻ വണ്ടികളിലുള്ള പ്ലാസ്റ്റിക്, തെർമോക്കോൾ എന്നിവ ഹാർബറിലാണ് എല്ലാവരും ഉപേക്ഷിക്കുന്നത്. കൂടാതെ പുറത്തു നിന്നുള്ളവരും ഹാർബറിനുള്ളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹാർബർ കമ്മിറ്റിയുടെ ഒത്താശയോടുകൂടി ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഡ്രൈനേജിന്റെ പണി പൂർത്തിയാക്കുക, ഈ മാലിന്യജലം കളയാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവർ എടുത്തു പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1500-ലേറെ മത്സ്യത്തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു ഹാർബറാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാലിന്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് ഇവരുടെ ആരോഗ്യത്തെ വളരെ ഗുരുതരമായി ബാധിക്കുന്നു എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുകയാണ്. ആതിര, ശരി. കോഴിക്കോട് വെള്ളയിൽ ഹാർബറിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. അന്യസംസ്ഥാന തൊഴിലാളികളുടെ മീൻവണ്ടികളിലെ മലിനജലം വെള്ളയിൽ ഹാർബറിൽ തള്ളിയെന്നാണ് പരാതി. മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത് ഹാർബർ കമ്മിറ്റിയാണ് ഇതിന് കൂട്ടുനിന്നതെന്നാണ്. വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് കോഴിക്കോട് നിന്ന് ദിൽഷ.